ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിൽ ഇന്ന് നടന്ന നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2025-26 അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1 നോക്കൂ, ലിസൺ ആൻഡ് ആൻസർ ആണല്ലേ. യുവർ ടീച്ചർ വിൽ ടെൽ യു എ സ്റ്റോറി, ലിസൺ കെയർഫുള്ളി. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നില്ലേ കൂട്ടുകാരെ? നിങ്ങൾ എന്ത് ചെയ്ത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിനെ ബേസ് ചെയ്തിട്ട് ടീച്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു തന്നല്ലേ. അപ്പോൾ റീഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടു ദം. റീഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ദം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വേർ ഡിഡ് ടോമി ഗോ വിത്ത് ഹിസ് പാരൻസ്? വേർ ഡിഡ് ടോമി ഗോ വിത്ത് ഹിസ് പാരൻസ്? ടോമി അവൻ്റെ പാരൻസിനോടൊപ്പം എങ്ങോട്ടേക്കാണ് പോയത്? എങ്ങോട്ടേക്കായിരുന്നു കൂട്ടുകാരെ പോയിട്ടുണ്ടായിരുന്നത്? അതേ സൂവിലേക്കാണല്ലേ. എങ്ങോട്ടേക്കാണ്? സൂ. ഓക്കെ, ദെൻ ടോമി ഹേർഡ് ദ ലൗഡ് റോർ ഓഫ് എന്തിൻ്റെ സൗണ്ടാണ് കേട്ടത്? എന്തിൻ്റെ റോറ ഗർജിക്കുന്ന സൗണ്ടാണ് കേട്ടത്? ലയൺ ആണായിരുന്നല്ലേ. ആരാണ് അവിടെ ആൻസർ വരുന്നത്? ലയൺ. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ എന്താണ്? സൂ. ദെൻ 2 ലയൺ. ദെൻ വാട്ട് വാസ് ദ എലിഫന്റ് ഡൂയിങ്? എന്തായിരുന്നു എലിഫന്റ് ചെയ്യുന്നുണ്ടായിരുന്നത്? എന്തായിരുന്നു? യെസ്, സ്പ്രേയിങ് വാട്ടർ ഓൺ ഇറ്റ്സ് ബേബി. സ്പ്രേയിങ് വാട്ടർ ഓൺ ഇറ്റ്സ് ബേബി. ഓക്കെ, ദെൻ ഹൂ വാസ് ഡാൻസിങ് നിയർ ദ എൻട്രൻസ്? എൻട്രൻസിൻ്റെ അടുത്ത് ആരാണ് നിന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പീക്കോക്ക് ആണല്ലേ. ആൻസർ എന്താ കൂട്ടുകാരെ? പീക്കോക്ക്. ദെൻ 5th ക്വസ്റ്റ്യൻ, ഐ ലവ് ആനിമൽസ്, ഹൂ സാഡ് സോ? എനിക്ക് ആനിമൽസിനെ ഇഷ്ടമാണ്. ഹൂ സാഡ് സോ? അങ്ങനെ പറഞ്ഞത് ആരാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഫാദർ, ടോമി, മദർ, ഫ്രണ്ട്. ആരാ അങ്ങനെ പറഞ്ഞത് എനിക്ക് ആനിമൽസിനെ ഇഷ്ടമാണെന്ന്? യെസ്, ടോമി ആണല്ലേ. ആൻസർ എന്താണ്? ടോമി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. താഴെ നമുക്കിവിടെ ബോക്സിലായിട്ട് ഒരു സ്റ്റോറി നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. മിയാസ് പാരൻസ് സർപ്രൈസ്ഡ് ഹെർ വിത്ത് ന്യൂ ക്യാമറ ഓൺ ഹെർ ബർത്ത്ഡേ. മിയാസ് പാരൻസ് സർപ്രൈസ്ഡ് അല്ലേ. ഹെർ വിത്ത് ന്യൂ ക്യാമറ ഓൺ ഹെർ ബർത്ത്ഡേക്ക് ക്യാമറ കൊടുത്തിട്ട് മിയയുടെ പാരൻസ് എന്താണ് അവളെ സർപ്രൈസ് ചെയ്തല്ലേ. മിയാസ് ഐ സ്പാർക്കിൾഡ് ആസ് held the camera. She was eager to take her first shot. She walked around the backyard. അവൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ വളരെ ഈഗറായിട്ട് നിൽക്കുകയാണ് അല്ലേ. She walked around her backyard. Then and took photos of flowers, birds and trees. Then എന്തൊക്കെ ചിത്രങ്ങളാണ് അവൾ എടുത്തത്? ഫ്ലവേഴ്സിൻ്റെയും ബേർഡ്സിൻ്റെയും ട്രീസിൻ്റെയും ഒക്കെ ഫോട്ടോസ് എടുത്തു. ആസ് the sun began to set, she captured the stunning sunset also. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? ക്യാപ്ചേർഡ് സ്റ്റണ്ണിങ് സൺസെറ്റ് ആൾസോ അല്ലേ. അപ്പോൾ സൺസെറ്റിൻ്റെ പിക്ചറും കൂടി അവൾ എന്ത് ചെയ്യാണ്? എടുക്കുകയാണ്. ഇറ്റ് വാസ് പെർഫെക്റ്റ് ഷോട്ട്. ദിസ് വെരി നൈസ് ആറ്റ് ദ മദർ. അപ്പം അമ്മ എന്താ പറയുന്നത്? ഇറ്റ്സ് പെർഫെക്റ്റ് ഷോട്ടാണെന്ന് പറയുകയാണല്ലേ. ഇറ്റ്സ് വെരി നൈസ്, വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് പറയുകയാണ്. ആരാ പറഞ്ഞത്? അമ്മയല്ലേ. മിയാസ് പാരൻസ് വെർ ഇംപ്രസ്ഡ് ബൈ ഹെർ ടാലൻറ്റ് ഇൻ ഫോട്ടോഗ്രാഫി. അപ്പോൾ മിയയുടെ പാരൻസ് എന്താണ്? ഇംപ്രസ്ഡ് ആവാനുള്ള അവളുടെ ഫോട്ടോഗ്രാഫിയിൽ കണ്ടുള്ള ടാലൻറ്റ് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയി. ആൻഡ് എൻകറേജ്ഡ് ഹെർ. then എന്ത് ചെയ്യാണ്? അവളെ എൻകറേജ് ചെയ്തു. കീപ് പ്രാക്ടീസിങ് ഫോട്ടോഗ്രാഫി, യു വിൽ ബിക്കം എ ഫൈൻ ഫോട്ടോഗ്രാഫർ. അപ്പോൾ എന്താ പറയണത്? ഹെർ ഫാദർ സെഡ്. അവളുടെ അച്ഛൻ പറയാണ്, നീ എന്ത് ചെയ്യണം? ഫോട്ടോഗ്രാഫി പ്രാക്ടീസ് ചെയ്യണം. യു വിൽ ബിക്കം എ ഫൈൻ ഫോട്ടോഗ്രാഫർ. നീ ഒരു നല്ലൊരു ഭാവിയിൽ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവുമെന്ന് പറയാണ്. ഹെർ ഫാദർ സെഡ്. അവളുടെ അച്ഛൻ പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് മിയ ബിക്കേം മോർ കോൺഫിഡൻറ്റ് ഇൻ ഫോട്ടോഗ്രാഫി. അതിന് ശേഷം എന്താണ്? ഫോട്ടോഗ്രാഫിയിൽ അവൾക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയല്ലേ. ഷീ ക്യാപ്ചേർഡ് ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഷീ ക്യാപ്ചേർഡ് ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ്. ദെൻ വാട്ട് ഡിഡ് മിയ ഗെറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. വാട്ട് ഡിഡ് മിയ ഗെറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ? മിയയുടെ ബർത്ത്ഡേക്ക് അവൾക്ക് എന്താണ് കിട്ടിയത്? എന്തായിരുന്നു? യെസ്, ഒരു ക്യാമറയാണല്ലേ കിട്ടിയത്. അപ്പം എന്താണ് ആൻസർ? ക്യാമറ. ദെൻ മിയ ടുക്ക് ഫോട്ടോസ് ഓഫ് എന്തിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തത്? ഇവിടെ പറയുന്നുണ്ടല്ലേ, നോക്കൂ കൂട്ടുകാരെ. യെസ്, മിയ ടുക്ക് ഫോട്ടോസ് ഓഫ് ഫ്ലവേഴ്സ്. നോക്കൂ, ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ്. അപ്പം ആൻസർ എന്താണ്? ഓക്കെ, അപ്പം ആൻസർ എന്താ കൂട്ടുകാരെ? യെസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ് എന്നുള്ളതാണ് അല്ലേ. ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫൈൻഡ് എ സിമിലർ വേർഡ് ഫോർ വണ്ടേർഡ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്ന് വണ്ടേർഡ് എന്ന മീനിങ് വരുന്ന
വേർഡ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ വേർഡ്? അതെ, സർപ്രൈസ്ഡ് എന്നാണ് അല്ലേ. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് വെരി നൈസ് മിയാസ് മദർ സാഡ് ലുക്കിംഗ് ദ ഫോട്ടോ ഓഫ് ദിസ് വെരി നൈസ് മിയാസ് മദർ സാഡ് ലുക്കിംഗ് ദ ടേക്ക് അറ്റ് ദ ഫോട്ടോ ഓഫ്. എന്തിൻ്റെ ഫോട്ടോ എടുത്ത് കണ്ടിട്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്? സൺസെറ്റിൻ്റെ ഫോട്ടോ ആയിരുന്നു അല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, സൺസെറ്റ്. ദെൻ ഹൗ ഡിഡ് മിയാസ് പാരൻസ് റിയാക്ട് ടു ഹെർ ഫോട്ടോസ്? അവളുടെ ഫോട്ടോസിന് എങ്ങനെയാണ് അവരുടെ പാരൻസ് റിയാക്ട് ചെയ്തത്? എൻകറേജ് ചെയ്യുകയാണല്ലേ ചെയ്ത്. ഡിസ്കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരുത്സാഹപ്പെടുത്തുക. എൻകറേജ് എന്താണ്? പ്രോത്സാഹിപ്പിക്കുക അല്ലേ. സ്കോൾഡഡ് മീൻസ് എന്താ കൂട്ടുകാർ? ചീത്ത പറയുക. ദെൻ സാഡ് നത്തിങ്, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ ഏതാ റൈറ്റ് ആൻസർ? അതെ, എൻകറേജ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3, മീ the hero. A former student of your school gets literary award of the best novel. He visit your school, talk to with you, prepare a question, talk with a guest. അപ്പോൾ ആ ഗസ്റ്റിനോട് എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? സ്കൂളിൽ, നിങ്ങളുടെ സ്കൂളിലെ ഫോർമർ സ്റ്റുഡൻറ്റിന് എന്ത് കിട്ടുകയാണ്? ലിറ്റററി അവാർഡ് അല്ലേ. ബെസ്റ്റ് നോവലിനുള്ള ലിറ്റററി അവാർഡ് കിട്ടുകയാണ്. ഹി വിസിറ്റ് യുവർ സ്കൂൾ ടു ടോക്ക് ടു വിത്ത് യു. അപ്പോൾ അദ്ദേഹം നിങ്ങളോട് കൂടി സംസാരിക്കുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് എത്തുകയാണ്. അപ്പോൾ പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ടു ടോക്ക് വിത്ത് ഗസ്റ്റ്. അപ്പോൾ ആ ഗസ്റ്റിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്കിവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. നോക്കൂ, യെസ്, നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടല്ലോ. ഇനി 3 ക്വസ്റ്റ്യൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 3 ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഒരു 3 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ദെൻ അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ് കോൺവെർസേഷൻ. അപ്പം 4ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് എഴുതി. 2 ക്വസ്റ്റ്യൻ എ എന്നും ബി എന്നും നൽകിയിട്ടുണ്ടാവും. അതിലേതാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നത് അത് എഴുതിയാൽ മതി. ഓക്കെ, ലിലി ക്രൈഡ് ബിക്കോസ് ഷി വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ ബെസ്റ്റ് ഫ്രണ്ട് മാക്സ്. ലിലി എന്താണ്? കരയാണ് അല്ലെ. എന്തുകൊണ്ടായിരുന്നു? ഷി വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ ബെസ്റ്റ് ഫ്രണ്ട് മാക്സ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മാക്സിൽ നിന്ന് അവൾ എന്തായി? സെപ്പറേറ്റ് ആയി, പിരിഞ്ഞു അല്ലേ. മാക്സ് വാസ് ഓൾസോ സാഡ് മിസ്സിംഗ് ഹെർ ഫ്രണ്ട് ലില്ലി. മാക്സിനും എന്തായിരുന്നു? ഫ്രണ്ടായി ലില്ലിയെ പിരിഞ്ഞതിൽ സങ്കടമുണ്ടായിരുന്നു. സോ മാക്സ് കോൾഡ് ഹെർ ഓൺ മൊബൈൽ ഫോൺ. അപ്പോൾ അങ്ങനെ മാക്സ് എന്ത് ചെയ്യാണ്? മൊബൈൽ ഫോണിൽ ലിലിനെ വിളിക്കുകയാണ് അല്ലേ. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ലിലി ആൻഡ് മാക്സ്. അപ്പോൾ ലിലിയും മാക്സും തമ്മിലുള്ള കോൺവെർസേഷൻ ആണല്ലേ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതെന്ന് നോക്കൂ, ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. ഇവിടെ കുറച്ച് ഇവൻറ്റ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഇവൻറ്റ്സ് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ, സം ഇവൻറ്റ്സ് ആർ ഗിവൺ ബിലോ, ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ഇൻ ടു നരേറ്റീവ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ആക്ടിവിറ്റി 5 എന്ന് പറയുന്നത് അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ്. 5ൽ എ ക്വസ്റ്റ്യൻ ഉണ്ട്, ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഉത്തരം ഒന്ന് എഴുതിയാൽ മതി, ഒന്നിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഫയർമാൻ ചെക്ക് ദിൽനാസ് മദർ ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ഫയർമാൻ എന്താണ്? ദിൽനയുടെ മദറിനെ ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു അല്ലേ. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഹൈസ്. പതുക്കെ അവർ കണ്ണുകൾ തുറന്നു. ദ നൈറ്റ് ദിൽന റോഡ് ഹെർ ഫീലിംഗ്സ് ഇൻ ഹെർ ഡയറി. അപ്പോൾ ആ ദിവസത്തെ ഡയറി എന്താണ്? ദിൽന അവളുടെ ഡയറിയിൽ ദിൽന ദിൽന അവളുടെ ഫീലിങ്സ് എന്താണ് അവളുടെ ഡയറിയിൽ എഴുതാണ്. വാട്ട് വുഡ് ഷീ റൈറ്റ് ഇൻ ഹെർ ഡയറി. അപ്പോൾ അവൾ എന്തൊക്കെയായിരിക്കും ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡേറ്റും ഡേയും കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക നിങ്ങൾ? ഐ കനോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ ബിക്കോസ് എന്താണ് അതിൻ്റെ കാരണങ്ങൾ അതൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഒരു ഡയറി എൻട്രി തയ്യാറാക്കുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 5 നോക്കൂ. അറ്റം എനി വൺ ഓഫ് ദ ഫോളോയിങ് അല്ലേ. ഡയറി എൻട്രി ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നതിൽ പറയുന്നത് നോട്ടീസ് ആണ്. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു യുവർ സ്കൂൾ റിസീവ് എൻ അവാർഡ് ഫോർ ബ്രേവറി. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. ദ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ന്യൂ സ്കൂൾ ഓഡിറ്റോറിയം, ഡേറ്റ് 5 September 2025, ടൈം 10 AM, ചീഫ് ഗസ്റ്റ് ദിൽന, ദെൻ ഇനാഗുറേഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എഴുതിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എളുപ്പമായിരുന്നില്ലേ? യെസ്, ഓക്കെ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.